നമസ്കാരം. വീക്കിലി ട്രെൻഡ്സിലേക്ക് സ്വാഗതം. പതിവ് പോലെ മറ്റൊരാഴ്ചയും അവസാനിച്ചിരിക്കുന്നു. ആഭ്യന്തര വിപണിയിൽ 5-ൽ 3 സെഷനുകളും കരടികൾ കയ്യേറിയപ്പോൾ 2 സെഷനുകൾ ഒരു നേരിയ മുന്നേറ്റം കണ്ടു. പക്ഷേ 22,000 എന്ന നിലയെ നിലനിർത്തുന്നതിനുള്ള പരിശ്രമങ്ങൾ അവസാന സെഷനിലും ഫലം കണ്ടില്ല. 0.33% പ്രതിവാര നഷ്ടത്തോടു കൂടിയാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. 0.73% നഷ്ടം നിഫ്റ്റി ബാങ്കും രേഖപ്പെടുത്തി. നിക്ഷേപകരെയും വിപണിയെയും ഒരുപോലെ നിരാശപ്പെടുത്തിയത് RBIയുടെ MPC തീരുമാനമായിരുന്നു. ഹോക്കിഷ് സ്റ്റാൻസോടുകൂടി നിരക്കിൽ മാറ്റമില്ലാതെ നിലനിർത്തിയത് പ്രതീക്ഷകളെ തളർത്തി. അതിനാൽ തന്നെ ബിയേഴ്സും ബുൾസും തമ്മിലുള്ള മത്സരം കടുത്തത് ബാങ്കിംഗ് ഓഹരികളിലായിരുന്നു. പ്രൈവറ്റ് ബാങ്കിംഗ് സൂചിക 2.37% നഷ്ടം പോയ വാരത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ 5% കുതിപ്പാണ് PSU ബാങ്കിംഗ് സൂചിക രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ച 47,000 എന്ന നില മറികടക്കാൻ ഇക്കഴിഞ്ഞ വാരവും നിഫ്റ്റി ബാങ്കിന് കഴിഞ്ഞില്ല. ബാങ്കിംഗ് മേഖല മാറ്റി നിർത്തിയാൽ ഹെൽത്ത് കെയർ, ഫാർമ 4%-അടുത്തും ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക 4%-അധികവും നേട്ടം കൈവരിച്ചു. FMCG സൂചികയാണ് ഏറ്റവും ഇടിഞ്ഞ മറ്റൊരു സൂചിക. 2.27% നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. US വിപണിയിൽ സർവകാല ഉയരം മറികടക്കുന്ന സൂചികകളെയായിരുന്നു കണ്ടത്. ഫെഡ് 2024 തന്നെ പലിശ കുറയ്ക്കുമെന്ന പ്രതീക്ഷയും മികച്ച പാദഫലങ്ങളുമാണ് വിപണികളെ ഉത്തേജിപ്പിച്ചത്. S&P 500 സൂചിക ചരിത്രത്തിൽ ആദ്യമായി 5,000 എന്ന മാർക്ക് മറികടക്കുകയും ചെയ്തു. നാസ്ഡാക്കിലും റെക്കോർഡ് ക്ലോസിംഗ് ആണ് നടന്നത്. മികച്ച എക്കണോമിക് ഡാറ്റകളും വിപണിയുടെ മുന്നേറ്റത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. പ്രതിവാര പ്രകടനം വിലയിരുത്തുമ്പോൾ ഡൗ ജോൺസ് 0.14% നേരിയ ഇടിവ് പ്രകടമാക്കി. S&P 500 0.57%, നാസ്ഡാക്ക് 1.25% പ്രതിവാര നേട്ടവും രേഖപ്പെടുത്തി. അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പോൾ ഫെബ്രുവരി 13 വരുന്ന പണപ്പെരുപ്പ ഡാറ്റയാണ് വിപണിയിൽ നിർണായകമാവുക. കഴിഞ്ഞ FOMC മീറ്റിംഗിൽ പണപ്പെരുപ്പം ലക്ഷ്യത്തിലെത്താൻ സാധിക്കാത്തതുകൊണ്ട് നിരക്ക് കുറയ്ക്കാൻ തയ്യാറാകില്ല എന്ന് ഫെഡ് ചെയർമാൻ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ 2024 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പണപ്പെരുപ്പ കണക്കുകളെ ഏറെ ആകാംക്ഷയോടെയാണ് നിക്ഷേപകർ കാത്തിരിക്കുന്നത്. നിലവിൽ CPI, കോർ CPI എന്നിവ യഥാക്രമം 3.4%-ഉം 3.9%-ഉമാണ്. ലക്ഷ്യനിരക്കായ 2%-ലേക്ക് എത്തുന്നുണ്ടോ എന്നതായിരിക്കും നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കുക. ഫെബ്രുവരി 14 പ്രസിദ്ധീകരിക്കുന്ന ക്രൂഡ് ഇൻവെന്ററി കണക്കുകളും വിപണിയെ സ്വാധീനിക്കും. പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് ഇൻവെന്ററി എങ്കിൽ ദുർബലമായ ഡിമാൻഡിനെ സൂചിപ്പിക്കുന്നു. നിലവിൽ നേരിയ തോതിൽ റിക്കവർ ചെയ്തു വരുന്ന ക്രൂഡ് വിലയ്ക്ക് ഇത് പ്രതികൂലമാകും. ഫെബ്രുവരി 15 വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസും ജനുവരിയിലെ കോർ റീറ്റെയിൽ സെയിൽസ് ഡാറ്റയും വിപണിയിൽ സ്വാധീനം ചെലുത്തും. റീറ്റെയിൽ ലെവലുള്ള ഉപഭോഗ ട്രെൻഡ് റീറ്റെയിൽ സെയിൽസ് ഡാറ്റയിൽ നിന്നും മനസ്സിലാക്കാം. നിർമ്മാണ മേഖലയുടെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഫെബ്രുവരി 15 പ്രസിദ്ധീകരിക്കുന്ന വ്യാവസായിക ഉൽപാദന ഡാറ്റ സഹായിക്കും. ഒപ്പം ഫെബ്രുവരി 16 പുറത്തുവരുന്ന പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും ഈ മേഖലയെ സംബന്ധിച്ച വ്യക്തമായ ചിത്രം നൽകും. വിവിധ ഇടങ്ങളിലായി നീൽ കഷ്കരി, റാഫേൽ ബോസ്റ്റിക്, മേരി ഡാലി തുടങ്ങിയ ഫെഡ് റിസർവ് അംഗങ്ങളുടെ പ്രസ്താവനകളിലൂടെ ഫെഡിന്റെ ഭാവി ധനനയങ്ങളെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ നിക്ഷേപകരിലേക്ക് എത്തും. യൂറോ സോണിലേക്ക് എത്തുമ്പോൾ പോയ വാരത്തിൽ വന്ന ഭൂരിഭാഗം ഡാറ്റകളും അനുകൂലമായിരുന്നു. അടുത്ത വാരത്തിലേക്ക് നോക്കുമ്പോൾ ഫെബ്രുവരി 12 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബെയ്ലിയുടെ പ്രസ്താവന നിക്ഷേപകർ ശ്രദ്ധയോടെ നിരീക്ഷിക്കും. ഇതൊരു ഹ്രസ്വകാല പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ട്രെൻഡിന് കാരണമായേക്കാം. ഫെബ്രുവരി 14 ബ്രിട്ടന്റെ പണപ്പെരുപ്പ കണക്കുകളും 15 GDP കണക്കുകളും വ്യാവസായിക ഉൽപാദന ഡാറ്റയും പുറത്തുവരും. ഇതോടെ ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥയുടെ ശരിയായ ചിത്രം ലഭിക്കും. 14 തന്നെ യൂറോ മേഖലയുടെ GDPയും പുറത്തുവരും. ഇതോടെ മേഖലയുടെ ദിശ നിക്ഷേപകർക്ക് വിലയിരുത്താം. ഏഷ്യൻ മേഖലയിലേക്ക് വരുമ്പോൾ ചൈനീസ് പുതുവർഷത്തെ തുടർന്ന് ചൈനീസ് വിപണികൾ ഫെബ്രുവരി 12 മുതൽ 16 വരെ അവധിയാണ്. ഹോങ്കോങ്, സിംഗപ്പൂർ, സൗത്ത് കൊറിയ വിപണികളിൽ 3 വ്യാപാര സെഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഫെബ്രുവരി 14 പുറത്തുവരുന്ന ജപ്പാന്റെ 4ാം പാദ GDP ഡാറ്റയാണ് ഏഷ്യൻ മേഖലയിൽ പുറത്തുവരുന്ന പ്രധാന ഡാറ്റകളിലൊന്ന്. ഏഷ്യയിലെ ഏക വികസിത രാജ്യമായ ജപ്പാന്റെ വളർച്ചാ കണക്കുകൾ നിക്ഷേപകർ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ക്രൂഡിലേക്ക് വരുമ്പോൾ ആഴ്ചയിലുടനീളം WTI ക്രൂഡ് വിലയിൽ ഒരു ഇടിവാണ് കാണാൻ സാധിച്ചത്. എന്നാൽ വാരാന്ത്യത്തിലെ അവസാന 2 നാളുകളിൽ
ഒപെക് പ്ലസ് നിലവിലെ ഉൽപാദന നിലവാരം നിലനിർത്താൻ തീരുമാനിച്ചത് വിലയിൽ 0.65% നേരിയ വർധനയുണ്ടാക്കി. ഇത് ക്രൂഡ് ഓയിൽ വില ചാർട്ടിൽ ബുള്ളിഷ് റാലി പ്രകടമാക്കുന്നു. WTI ക്രൂഡിന്റെ ടെക്നിക്കൽസ് നോക്കിയാൽ നിലവിൽ ബാരലിന് $73.35 ആണ് ക്രൂഡ് വ്യാപാരം ചെയ്യുന്നത്. തുടർന്ന് $77.43, $79.29 എന്നിവ റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാവുന്നതാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ അപ്സൈഡിലേക്കുള്ള ഒരു ട്രിഗർ പോയിന്റ് ആയും കണക്കാക്കാം. $75 പ്രധാന സപ്പോർട്ടായും പരിഗണിക്കേണ്ടതാണ്. സ്വർണ്ണവിലയിലേക്ക് വരുമ്പോൾ ഹ്രസ്വകാല ട്രെൻഡ് താഴേക്ക് തുടരുന്നു. ഫെഡ് റേറ്റ് കട്ട് ടൈമിങ്ങും മിഡിൽ ഈസ്റ്റ് ടെൻഷൻസും സ്വർണ്ണവിലയെ നിയന്ത്രിക്കുന്നു. നിലവിൽ സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ സ്വർണ്ണവിലയിൽ രൂപപ്പെട്ടിരിക്കുന്നത് കാണാം. $2020 0.66% ഇടിവിലാണ് സ്വർണം ഈ വാരം വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രധാന റെസിസ്റ്റൻസ് ആയി $2065 തുടർന്ന് $2088 പരിഗണിക്കാവുന്നതാണ്. പ്രധാന സപ്പോർട്ടായി $2001 തുടർന്ന് $1972 കണക്കാക്കാം. ഇനി USD INR നോക്കിയാൽ ശക്തമായ അമേരിക്കൻ കറൻസിയും ആഗോള ക്രൂഡ് ഓയിൽ വില ഉയർന്നതും മൂലം വെള്ളിയാഴ്ച US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ 7 പൈസ ഇടിഞ്ഞ് 83.03 ആയി. വിദഗ്ധർ പറയുന്നതനുസരിച്ച് ആഭ്യന്തര വിപണിയിലെ പോസിറ്റീവ് പ്രവണത ഇടിവ് ലഘൂകരിച്ചെങ്കിലും വിദേശ ഫണ്ട് ഒഴുക്ക് മൂലമാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞത്. 82.96 തുടങ്ങി ഇന്റർബാങ്ക് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 83.03 എന്ന നിലയിലാണ്. ഒരു വാരം കണക്കിലെടുത്താൽ 0.36% നേരിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ 20-ഡേ മൂവിംഗ് ആവറേജിൽ ഷോർട്ട് ടേം അപ് ട്രെൻഡ് ആണ് കാണാൻ സാധിക്കുന്നത്. ഫിബൊനാച്ചി പിവറ്റ് ലെവൽ സംബന്ധിച്ച പ്രധാന സപ്പോർട്ടായി കാണേണ്ടത് 83.1 തുടർന്ന് 83.18 റെസിസ്റ്റൻസ് ലെവലായി പരിഗണിക്കേണ്ടത് 82.8 തുടർന്ന് 82.76 ആണ്. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പത്തിന്റെ ഗതിയും വ്യക്തികളുടെ വാങ്ങൽ ശേഷി പ്രവണതയും ഡേറ്റയിൽ നിന്നറിയാം. 5.69% മുൻ CPI നിരക്ക്. GDP-യുടെയും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെയും അളവുകോലായ പ്രതിമാസ ക്യുമുലേറ്റീവ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കണക്കുകളും അന്നറിയാം. ഡിസംബറിലെ മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് ഡാറ്റയാണ് തിങ്കളാഴ്ച വരുന്ന മറ്റൊരു ഡാറ്റ. 14-ാം തീയതി ബുധനാഴ്ച വിപണിക്ക് നിർണായകമാകുന്നത് വ്യവസായ മേഖലയുടെ സ്ഥിതി വ്യക്തമാക്കുന്ന കയറ്റുമതി ഇറക്കുമതി ട്രേഡ് ബാലൻസ് ഡാറ്റകളാണ്. അന്ന് മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പ ഡാറ്റയും പുറത്തുവരും. ഡിസംബറിൽ 0.73ലേക്ക് WPI ഇൻഫ്ലേഷൻ കുതിച്ചുയർന്നിരുന്നു. 9 മാസത്തിനിടയിലെ ഉയർന്ന നിരക്കായിരുന്നു ഇത്. ഭക്ഷ്യവിലയിലെ ചാഞ്ചാട്ടമാണ് പണപ്പെരുപ്പത്തിന് വെല്ലുവിളി ഉയർത്തുന്നതെന്നും ജാഗ്രത തുടരുമെന്നുമാണ് RBI ഈ വാരം നടന്ന ധനനയ യോഗത്തിൽ പറഞ്ഞിരുന്നതും. കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ റാബി വിലകളെ എങ്ങനെ ബാധിക്കുമെന്ന് നിശ്ചയമില്ല. ഭക്ഷ്യോൽപ്പന്ന വിലക്കയറ്റം പൊതുവിലക്കയറ്റത്തിലേക്ക് നയിക്കുന്ന സാഹചര്യമുണ്ടാകാം. അസംസ്കൃത എണ്ണവിലയിലെ വ്യതിയാനങ്ങളും വെല്ലുവിളിയാണെന്നാണ് RBI ഗവർണർ വ്യക്തമാക്കിയത്. പണപ്പെരുപ്പ പ്രതീക്ഷ 4.5% തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതേസമയം വാർഷികാടിസ്ഥാനത്തിൽ GDP ലക്ഷ്യം 7% നിലനിർത്തിയ RBI പാദാടിസ്ഥാന GDP പ്രതീക്ഷ ഉയർത്തി. പുതിയ വാരവും RBI നടത്തിയ ധനനയ പ്രഖ്യാപനത്തിന്റെ ആഘാതം വിപണിയിൽ പ്രതിഫലിക്കാം. അതേസമയം ജനുവരിയിൽ ഇന്ത്യയുടെ റീറ്റെയിൽ പണപ്പെരുപ്പം 5.09% കുറയുമെന്നാണ് റോയിട്ടേഴ്സ് സർവേയിലെ നിഗമനം. ഭക്ഷ്യവിലക്കയറ്റത്തിന്റെ തീവ്രത കുറഞ്ഞതും 2023 ജനുവരിയിൽ ഉണ്ടായിരുന്ന ഉയർന്ന വിലകളുമാണ് വിലക്കയറ്റ തോത് കുറയ്ക്കുന്നത്. എങ്കിലും 5% മുകളിലാണ് നിരക്ക് എന്നത് പ്രാധാന്യം അർഹിക്കുന്നു. റോയിട്ടേഴ്സ് പ്രൈമറി കൺസ്യൂമർ സെന്റിമെന്റ് ഇൻഡെക്സ് പുറത്തുവരുന്നത് 15-നാണ്. രാജ്യത്തെ മൊത്തം സാമ്പത്തിക സ്ഥിതി, അതായത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച, തൊഴിൽ സുരക്ഷ അടക്കമുള്ളവ വിലയിരുത്തുന്ന ഡാറ്റയാണിത്. വിപണിയുടെ അവസാന ദിനമായ 16-ന് ഫോറിൻ റിസർവ് കണക്കുകൾ പുറത്തുവരും. നിലവിൽ ക്രമാനുഗതമായ വളർച്ചയാണ് ഫോറിൻ റിസർവിൽ രാജ്യം കാഴ്ചവെക്കുന്നത്. ഇന്ത്യയുടെ മാക്രോ ഡാറ്റകളിലേക്ക് വന്നാൽ പുതിയ വാരം ആദ്യം പുറത്തുവരിക ജനുവരിയിലെ CPI ഡാറ്റയാണ്. പോയ വാരത്തിൽ കോർപ്പറേറ്റ് തലത്തിൽ പ്രത്യേകിച്ച് പൊതുമേഖലാ ബാങ്കിംഗ് സെക്ടർ റെക്കോർഡ് കുതിപ്പാണ് നടത്തിയത്. ഗംഭീര പാദഫലം പുറത്തുവിട്ട് കരുത്തു കാട്ടിയ 12 PSU ബാങ്ക് ഓഹരികളിൽ 8 ബാങ്കുകളും ഇരട്ടയക്ക വളർച്ച ലാഭത്തിൽ രേഖപ്പെടുത്തി.
ഇടക്കാല ബജറ്റിലെ അനുകൂല പരാമർശങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രകടനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ ചൂണ്ടിക്കാട്ടിയതിന്റെയും പശ്ചാത്തലത്തിൽ സൂചികയിൽ റെക്കോർഡ് മുന്നേറ്റമാണ് നടന്നത്. 7 പൊതുമേഖലാ ബാങ്കുകളും ചേർന്ന് 11,536.67 കോടി രൂപയുടെ കമ്പൈൻഡ് ടേൺ ഓവർ രേഖപ്പെടുത്തിയപ്പോൾ NSEയുടെ മൊത്തം ടേൺ ഓവറിന്റെ 8.7%, അതായത് 1.33 ട്രില്യൺ രൂപയാണ് മേഖലയുടെ സംഭാവന. പണനയവും ആഗോള തലത്തിൽ നിന്നുള്ള വെല്ലുവിളികളും കോർപ്പറേറ്റ് കമ്പനികളുടെ സമ്മിശ്രമായ പ്രവർത്തന ഫലവും നയിച്ച വാരത്തിൽ സമ്മിശ്ര പ്രതികരണം കരുതിവെച്ച സെക്ടറൽ സൂചികകളിൽ PSU ബാങ്ക് സൂചികയല്ലാതെ മറ്റാര് താരമാകാൻ? രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാദഫലങ്ങൾ വിപണി പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ലെങ്കിലും ചരിത്രം സൃഷ്ടിച്ചാണ് ഓഹരി മുന്നേറിയത്. വിപണി മൂല്യം ആദ്യമായി 6 ലക്ഷം കോടി എന്ന നാഴികക്കല്ലും പിന്നിട്ടപ്പോൾ LICക്ക് പിന്നാലെ 6 ലക്ഷം കോടി എന്ന റെക്കോർഡ് പിന്നിടുന്ന രണ്ടാമത്തെ പൊതുമേഖലാ കമ്പനിയായി SBI മാറി. 2023 മാർച്ച് 27-ന് 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 501 രൂപ 55 പൈസയിൽ നിന്നും കുതിച്ചുയർന്ന 11 മാസങ്ങൾക്കിപ്പുറം ഓഹരി വില വാരാന്ത്യത്തിൽ തുടർച്ചയായ 3 കോൺസിക്യൂട്ടീവ് സെഷനുകളുടെ പച്ചയിൽ സർവകാല ഉയരമായ 728.35 എത്തിയാണ് നിൽക്കുന്നത്. പൊതുമേഖലാ കമ്പനികൾ തുടർച്ചയായി നൽകി വരുന്ന നേട്ടം തെളിയിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച LIC ഓഹരികളെ സംബന്ധിച്ചിടത്തോളം സുവർണ വാരമാണ് കടന്നുപോയത്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വിജയം രാജ്യസഭയിൽ പരാമർശിച്ചതും പാതാടിസ്ഥാനത്തിലെ സാമ്പത്തിക പ്രകടനം മെച്ചപ്പെട്ടതും ഓഹരികൾ IPO വില മറികടന്ന് പുതിയ ഉയരം കുറിക്കാൻ കാരണമായി. ICICI ബാങ്ക്, ഇൻഫോസിസ് തുടങ്ങിയ ഭീമന്മാരെ പിന്തള്ളി LICയുടെ വിപണി മൂല്യം 7 ലക്ഷം കോടി രൂപ കടന്ന് രാജ്യത്തെ 4ാമത്തെ വലിയ ഓഹരിയായതും നിക്ഷേപക പ്രതീക്ഷ വാനോളം ഉയർത്തി. പോസിറ്റീവ് കൺസംഷന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ FMCG ഇൻഡസ്ട്രി ഒക്ടോബർ-ഡിസംബർ പാദത്തിൽ 6.4% വളർച്ച കൈവരിച്ചതായുള്ള റിസർച്ച് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും മേഖലയിലെ പാദഫലങ്ങൾ അത്ര ഭേദപ്പെട്ടതായിരുന്നില്ല. സെക്ടറിലെ 8.23% വെയിറ്റേജ് ഉള്ള നിഫ്റ്റി 50 കമ്പനികളിൽ ഇടം പിടിച്ച നെസ്ലയെ മാറ്റി നിർത്തിയാൽ ബ്രിട്ടാനിയ, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് റിസൾട്ടുകൾ സ്ട്രീറ്റിനെ നിരാശപ്പെടുത്തി. ഇരു കമ്പനികളും വരുമാനത്തിൽ വർധന വരുത്തിയെങ്കിലും ബ്രിട്ടാനിയ നെറ്റ് പ്രോഫിറ്റിൽ 40% ഇടിവ് വരുത്തിയപ്പോൾ ടാറ്റ കൺസ്യൂമർ ആരോഗ്യകരമായ പ്രവർത്തന സംഖ്യകൾ ഉണ്ടായിരുന്നിട്ടും 17% വാർഷിക ഇടിവാണ് രേഖപ്പെടുത്തിയത്. പുറത്തുവന്ന RVNL IRFC റെയിൽവേ ഫലങ്ങളും വിപണി പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. RVNL അറ്റാദായം വരുമാനവും കുറഞ്ഞതും ദുർബലമായ ടോപ്പ് ലൈനും പ്രവർത്തന പ്രകടനവും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. മേഖലയിലെ IRCTC 13-ന് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഓർഡർ ബുക്കിനപ്പുറം രാജ്യത്തുടനീളമുള്ള റെയിൽവേ ഇതര കാറ്ററിംഗ് ബിസിനസ്സിൽ വലിയ വിപുലീകരണത്തിനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചതും പ്രതീക്ഷ നൽകുന്നുണ്ട്. ഓട്ടോ സെക്ടറിലെ 2 വീലർ സെയിൽസ്, റീപ്ലേസ്മെന്റ് ഡിമാൻഡിലുണ്ടായ തിരിച്ചുവരവ് എന്നിവയുടെ കരുത്തിൽ ഇന്ത്യയുടെ മോസ്റ്റ് എക്സ്പെൻസീവ് സ്റ്റോക്കായ MRF ലാഭത്തിൽ 3 ഇരട്ടി വർധനയോടെ 1040 കോടിയായി ഉയർന്നു. റെക്കോർഡ് വിൽപ്പനയും ഉത്സവ സീസണും തുണച്ച പാദത്തിലെ വാർഷിക വരുമാനത്തിലെ ശക്തമായ വളർച്ചയ്ക്കാണ് ഹീറോ മോട്ടോകോപ്പ് സാക്ഷ്യം വഹിച്ചത്. അടുത്ത വാരത്തിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഏഷ്യർ മോട്ടോഴ്സ്, സംവർധന മദേഴ്സൺ കമ്പനികളുടെ പ്രകടനത്തിൽ നിന്നും വിൽപ്പനയും ഡിമാൻഡും തുടർന്നങ്ങോട്ട് മേഖലയിലെ കമ്പനികളെ തുണയ്ക്കുമോ എന്നതും വിപണി വീക്ഷിക്കും. നഗരങ്ങളിലെ താമസക്കാരുടെ ഡിമാൻഡിൽ ഉണ്ടായിരിക്കുന്ന വർധന, റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ഡിമാൻഡ് ട്രെൻഡുകൾ പോസിറ്റീവായ റിയലിറ്റി മേഖലയെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, NBCC ഇന്ത്യ, ഫോണിക്സ് മിൽസ് എന്നിവരുടെ പ്രകടനം നിർണായകമാകുന്ന ആഴ്ചയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ട്രെൻഡും നിക്ഷേപകർ മനസ്സിലാക്കും. തുടർച്ചയായ ഓർഡറുകളുടെ കരുത്തിൽ ശക്തമായ വളർച്ച കാണുന്ന പ്രതിരോധ മേഖലാ കമ്പനികളിൽ നിന്നും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ധേൽ, MTAR ടെക്നോളജി എന്നിവയുടെ പാദഫലങ്ങൾ 12-ാം തീയതി പുറത്തുവരുമ്പോൾ നേട്ടത്തിനൊപ്പം പ്രതിരോധ കയറ്റുമതിയിലെ ഉയർന്ന വളർച്ചയും അനലിസ്റ്റുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതേസമയം 13-ന് റിസൾട്ടുകൾ പുറത്തുവിടുന്ന പൊതുമേഖലാ കമ്പനികളുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രം കോൾ ഇന്ത്യ, ONGC, ഓയിൽ ഇന്ത്യ, ഗുജറാത്ത് ഗ്യാസ് എന്നിവയാണ്. ദുർബലമായ ക്രൂഡ് ഗ്യാസ് വിലയിലെ ചാഞ്ചാട്ടം കാരണം മുൻനിര എണ്ണ കമ്പനികൾ മ്യൂട്ടഡ് ഗ്രോത്ത് രേഖപ്പെടുത്താനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ PPAC പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെൽ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ഇന്ധന ഉപഭോഗം ഡിസംബറിൽ 7 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയായ 20.054 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയർന്നതും
കമ്പനികൾക്ക് ആശ്വാസം പകരുന്നുണ്ട്. IPO മാർക്കറ്റിലേക്ക് വന്ന ശക്തമായ പ്രതികരണങ്ങൾക്ക് പിന്നാലെ അഭിജയ് സുരേന്ദ്ര പാർക്ക് ഹോട്ടൽസ് ലിമിറ്റഡ് ലിസ്റ്റിംഗ് തീയതി ഫെബ്രുവരി 12-നാണ് നടക്കാനിരിക്കുന്നത്. സെഗ്മെന്റിലെ മറ്റ് താരങ്ങൾ സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണ്. ഫെബ്രുവരി 14-ന് ലിസ്റ്റിംഗിലേക്ക് കടക്കുന്ന ജന സ്മോൾ ഫിനാൻസ് ബാങ്ക്, ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നിവയെ കൂടാതെ ആഗോള സാങ്കേതിക ബ്രാൻഡുകൾ ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന ഓവർ സബ്സ്ക്രിപ്ഷൻ സ്റ്റാറ്റസ് നേടിയ രാശി പെരിഫറൽസ് ലിസ്റ്റിംഗും അന്നേ ദിവസം നടക്കും. ഹെൽത്ത് കെയർ ഉൽപ്പന്ന വിതരണക്കാരായ എൻറ്റേറോ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് IPO 13-ന് അവസാനിച്ച് 16-ാം തീയതിയാണ് ലിസ്റ്റിംഗിലേക്ക് കടക്കുന്നത്. ഇനി ടെക്നിക്കൽസിലേക്ക് നോക്കിയാൽ ഈ ആഴ്ചയിൽ നിഫ്റ്റി സൂചികയുടെ ബുള്ളിഷ് പ്രവണതയ്ക്ക് ആക്കം കുറയുന്ന ട്രെൻഡിനാണ് വിപണി സാക്ഷ്യം വഹിച്ചത്. സൂചിക അതിന്റെ 20-ഡേ EMA അഥവാ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ലെവലിന് താഴേക്ക് എത്തിച്ചേർന്നെങ്കിലും ക്ലോസിംഗ് ബേസിസിൽ 20-ഡേ EMA തിരിച്ചു പിടിച്ചു. പ്രതിവാര സ്കെയിലിൽ രൂപം കൊണ്ടിരിക്കുന്ന ഹൈവേവ് ലൈക്ക് കാൻഡിൽസ്റ്റിക് പാറ്റേൺ സമീപകാലത്ത് നിലനിൽക്കാൻ സാധ്യതയുള്ള മാർക്കറ്റ് അനിശ്ചിതത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. പ്രധാന ദീർഘകാല ശരാശരികൾക്ക് മുകളിലാണെങ്കിലും, അതായത് 20-50-ഡേ EMAക്ക് മുകളിലാണെങ്കിലും ഇവയുടെ സ്ലോപ്പ് കൂടുതൽ ചരിഞ്ഞു വരുന്നുണ്ട്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സൂചികയുടെ ബുള്ളിഷ് ആക്കം കുറയുന്നു എന്ന അർത്ഥമാണ് ഇതിനുള്ളത്. മൊമെന്റം ഇൻഡിക്കേറ്റേഴ്സും ഓസിലേറ്റേഴ്സും ഈ പ്രവണതയെ പിന്താങ്ങുന്നു. ഡെയിലി RSI കഴിഞ്ഞ 16 ട്രേഡിംഗ് സെഷനുകളിൽ ഒരു സൈഡ് വേസ് പരിധിക്കുള്ളിൽ തുടരുന്നു. കൂടാതെ ട്രെൻഡ് ശക്തിയുടെ അളവുകോലായ ADX 17.59-ൽ നിൽക്കുന്നു. ഇത് ഇടിവിന്റെ സൂചനയും വ്യക്തമായ ട്രെൻഡിന്റെ അഭാവവും സൂചിപ്പിക്കുന്നു. സൂചികയുടെ ചാർട്ട് ഘടനയും മാർക്കറ്റിന്റെ ബ്രെഡും സൂചിപ്പിക്കുന്നത് നിക്ഷേപകരും ട്രേഡേഴ്സും ജാഗ്രത പാലിക്കണമെന്നാണ്. പക്ഷേ ഡൗൺ സൈഡിൽ വെള്ളിയാഴ്ചത്തെ താഴ്ന്ന ലെവലായ 21,630 പുതിയ ഹയർ ബോട്ടമായി പരിഗണിക്കാമെന്ന് HDFC സെക്യൂരിറ്റീസിന്റെ സീനിയർ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് നാഗരാജ് ഷെട്ടി അഭിപ്രായപ്പെടുന്നു. 21,600, 21,500 എന്നീ റേഞ്ചിലേക്കുള്ള ഡിപ്പ് ബൈയിങ് അവസരമായി കാണാമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ദുർബലത നിലനിൽക്കുമ്പോഴും ഓവറോൾ അപ് ട്രെൻഡ് ശക്തമാണെന്നും 22,000 ലെവലിലേക്കുള്ള മുന്നേറ്റം പ്രതീക്ഷിക്കാമെന്നുമാണ് നാഗരാജ് ഷെട്ടി കൂട്ടിച്ചേർത്തത്. 21,650, 21,600 ലെവലുകൾ ശക്തമായ സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യുമെന്നാണ് SBI സെക്യൂരിറ്റീസും അഭിപ്രായപ്പെടുന്നത്. അതേസമയം 21,600-ന് താഴേക്ക് വിപണി നീങ്ങിയാൽ കൂടുതൽ വിൽപ്പനാ സമ്മർദ്ദം കടന്നു വരാം. ഷോർട്ട് ടേമിൽ 21,350 എന്ന ലെവലും നിഫ്റ്റി ടെസ്റ്റ് ചെയ്താക്കാമെന്നും ബ്രോക്കറേജ് നിരീക്ഷിക്കുന്നു. 21,950, 22,000 ബുള്ളുകൾക്ക് ശക്തമായ പ്രതിരോധം തീർക്കും. അതേസമയം ആഴ്ചയിലെ ഇടിവിൽ നിന്ന് ഭേദപ്പെട്ട തിരിച്ചുവരവ് വെള്ളിയാഴ്ച നടത്താൻ ബാങ്ക് നിഫ്റ്റി സൂചികയ്ക്ക് സാധിച്ചു. വിപണിക്ക് പിന്തുണയായതും ബാങ്ക് നിഫ്റ്റിയാണ്. എന്നിരുന്നാലും വാരാടിസ്ഥാനത്തിൽ 0.7% അല്ലെങ്കിൽ 300-ലധികം പോയിന്റ്സിന്റെ ഇടിവ് ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തി. സൂചിക അതിന്റെ 200-ഡേ EMA ആയ 44,675 ശക്തമായി പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ആഴ്ചയിലെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ 45,000 നിർണായകമായ സപ്പോർട്ട് സോൺ ആണെന്ന് മനസ്സിലാക്കണം. ഇത് നിലനിർത്തുന്നിടത്തോളം ബുള്ളിഷ് ട്രെൻഡ് ശക്തമാണെന്ന് LKP സെക്യൂരിറ്റീസിലെ സീനിയർ ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ് അനലിസ്റ്റ് കുനാൽ ഷാ വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ സൂചിക ഇപ്പോൾ ബൈ ഓൺ ഡിപ്പ് മോഡിലാണ്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 46,000 എന്ന മാർക്കാണ്. ഇതിനു മുകളിലേക്ക് ഒരു റാലി കടന്നു വരികയാണെങ്കിൽ ഒരു ഷോർട്ട് കവറിംഗ് റാലി പ്രതീക്ഷിക്കാം. 47,000 എന്ന നില മറികടക്കാനാകാതെയാണ് നിഫ്റ്റി ബാങ്ക് ഇത്തവണയും വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ നിർണായക ലെവൽ മറികടക്കാൻ ബാങ്ക് നിഫ്റ്റിക്ക് ആകുമോ ഇല്ലയോ എന്നതാകും നിക്ഷേപകരും ഉറ്റുനോക്കുന്നത്. ഇത്തരം വിശദാംശങ്ങളും മാർക്കറ്റിന്റെ അനാലിസിസുമായി തിങ്കളാഴ്ച രാവിലെ 8:30-ന് മൈഫിൻ മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.